പിന്നെയും 1-2 വർഷങ്ങൾ കഴിഞ്ഞുപോയി. വേണി SSLC പാസ്സായി. പഠിക്കാൻ വലിയ മിടുക്കിയല്ലാത്തതിനാൽ വലിയ മാർക്കൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ ഡിഗ്രിക്ക് പറഞ്ഞേക്കാൻ വീട്ടിൽ ആർക്കും വലിയ താല്പര്യമുണ്ടായില്ല. ഇതിനിടയ്ക്ക് എന്റെ 2 ഏട്ടന്മാരെയും പഠിച്ച് വലിയ ജോലിക്കാരുമായി വിവാഹിതരുമായി അവരെല്ലാം വിദേശത്ത് താമസവുമായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, പ്രിയേട്ടാ, മാർക്ക് കുറവുള്ളത് കൊണ്ട് എന്നോടിനി പഠിക്കാൻ പോകണ്ടെന്നാ അമ്മ പറഞ്ഞത്. പക്ഷേ ഡിഗ്രിക്കെങ്കിലും എനിക്ക് പോണേട്ടാ, വേണി സങ്കടത്തോടെ പ്രിയദർശനോട് പറഞ്ഞു. അമ്മ പറഞ്ഞതിലും കാര്യമില്ലേ വേണി? മോളെ, പഠിക്കാനുള്ള സൗകര്യം ഇല്ലാഞ്ഞിട്ട് ഒന്നുമല്ലോ, നിന്റെ മടി കാരണല്ലേ നിനക്ക് മാർക്ക് കുറഞ്ഞത്. നിന്നെ പഠിക്കാൻ സഹായിക്കാൻ വേണ്ടി ഒരു ട്യൂഷൻ വരെ ഞാൻ ഏർപ്പാടാക്കി തന്നതല്ലേ. ഇനിയിപ്പോ ഡിഗ്രിക്ക് ചേരാന്ന് വിചാരിച്ചാൽ തന്നെ നല്ല കോളേജുകളൊന്നും അഡ്മിഷൻ കിട്ടില്ല. വല്ല പ്രൈവറ്റ് ട്യൂട്ടോറിയൽ കോളേജിൽ പോയി ചേരേണ്ടി വരും. അത് സാരില്ലേട്ടാ, എന്റെ കൂട്ടുകാരികളിലെല്ലാം ഡിഗ്രിക്ക് പോകുന്നുണ്ട്, എനിക്കും പോണം. അവൾ വാശി പിടിച്ചു. ഞാൻ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ. നിന്റെ വാശി അല്പം കൂടുന്നുണ്ട്. ഈ വാശി പഠനത്തിലും കാണിക്കണം. എന്നിട്ട് ഡിഗ്രി നല്ല മാർക്കോട് കൂടി പാസ്സാവണം. എങ്കിലേ ഡിഗ്രിക്ക് നല്ല കോളേജിൽ ചേരാൻ പറ്റും. ഉറപ്പായി ഏട്ടാ, ഞാൻ നന്നായി പഠിച്ചോളാം. ശരി, നീ ഏത് ഗ്രൂപ്പ് എടുക്കാനാ ഉദ്ദേശിക്കുന്നേ? 3rd ഗ്രൂപ്പ്. അയ്യടി മനമേ, അങ്ങനെ വെറുതെ ഹിസ്റ്ററിയും പൊളിറ്റിക്സും ഒന്നും പഠിച്ച് നിന്റെ ജീവിതം കളയണ്ട. പഠിക്കുകയാണെങ്കിൽ അത് 2nd ഗ്രൂപ്പ് തന്നെ എടുത്ത് പഠിച്ചാൽ മതി. ഭാവിയിൽ എന്തെങ്കിലും പ്രയോജനം വേണമെങ്കിൽ 2nd ഗ്രൂപ്പ് എടുത്ത് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് കോഴ്സിന് പോകാം? അയ്യോ, 2nd ഗ്രൂപ്പിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ ഉണ്ടാകില്ലേ? പിന്നില്ലാതെ പഠിക്കാനുള്ള മനസ്സ് നിനക്കുണ്ടായാൽ മതി. നിനക്ക് പഠിക്കാനുള്ളതെല്ലാ സൗകര്യവും ഞാൻ ചെയ്തു തരാം. വേണമെങ്കിൽ ട്യൂഷനും ഏർപ്പാടാക്കാം. പ്രിയദർശന്റെ വാക്കുകൾ വേണിയിൽ സന്തോഷമുണ്ടാക്കി. ആ വീട്ടിൽ വേണി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് പ്രിയനെയാണ്. അവളെ എന്താവശ്യം അവൾ പറയുന്നത് അവനോടാണ്. വഴക്കിടുന്നതും വാശി പിടിക്കുന്നതും എല്ലാം അവനോട് തന്നെ. എന്താടാ മോനെ, നീ അടുക്കളയിൽ കിടന്ന് ചുറ്റിക്കറങ്ങുന്നത്? എന്തോ നിനക്ക് പറയാനുണ്ടല്ലോ. അടുക്കളയിൽ ചുറ്റിത്തിരിഞ്ഞു നിൽക്കുന്ന പ്രിയനെ നോക്കി അവന്റെ അമ്മ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അതമ്മേ, എനിക്കൊരു കാര്യം. അവൻ പറഞ്ഞു മുഴുപ്പിക്കാതെ വിക്കി വിക്കി നിന്നു. എടാ, ഞാൻ നിന്റെ അമ്മ, എന്ത് കാര്യം എന്ന് വെച്ച തെളിച്ചു പറ. അല്ലാതെ കാശില്ലാതെ ഇറച്ചിക്കടയിൽ വന്നവനെ പോലെ തട്ടിമുട്ടി നിൽക്കാതെ കാര്യം പറയടാ, അമ്മ അല്പം പരിഭവത്തോടെ പറഞ്ഞു. അതമ്മേ, വീണയും പോലെ പഠിക്കാൻ അനുവദിക്കണം. ഒരു ഡിഗ്രി എങ്കിലും ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അവൻ മറ്റെവിടേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോ അതാണ് കാര്യം. എടാ, അതിന് അവൾക്ക് മാർക്ക് വേണ്ടേ? 2nd ക്ലാസ് പോലും 10ാം ക്ലാസ്സിലില്ല. അവൾക്ക് എവിടെ അഡ്മിഷൻ കിട്ടുമെന്നാ നീ പറയണേ? എന്റെ അമ്മേ, പ്രൈവറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ട്യൂട്ടോറിയൽ കോളേജിൽ ചേർത്താൽ മതി. ആ പാവം ഡിഗ്രി എങ്കിലും എടുക്കട്ടെ. എന്റെ പൊന്നു മോനെ, നിന്റെ സ്വന്തം കാര്യത്തിൽ പോലും നിനക്ക് ഈ ശുഷ്കാന്തി ഇല്ലല്ലോടാ. അവൻ അവളെ പഠിപ്പിക്കാൻ നടക്കുന്നു. അതെ, മോന്റെ മനസ്സിലെ ഉദ്ദേശങ്ങളൊന്നും നടക്കില്ല. അവളെ ഒരു പെങ്ങളെ പോലെ കരുതണം. പെങ്ങളോ? എനിക്കൊരു പെങ്ങളുണ്ടല്ലോ, അത് തന്നെ ധാരാളമാണ്. പിന്നെ സ്ഥാനം വെച്ച് നോക്കുമ്പോ വേണി എന്റെ മുറപ്പെണ്ണായിട്ട് വരും. വേണിയുടെ അമ്മ അച്ഛന്റെ വകയിൽ പെങ്ങളായിട്ടല്ലേ വരിക. അപ്പോ അവളുടെ അമ്മ എന്റെ അപ്പച്ചിയായിട്ട് വരും. അപ്പച്ചിയുടെ മകൾ എന്റെ മുറപ്പെണ്ണ് അല്ലേ? അമ്മ എന്ന് അമർത്തി മൂളി. നിന്റെ ഈ ചാട്ടമൊക്കെ കുറെ നാളായി ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. അപ്പോ മുറപ്പെണ്ണാണെന്നുള്ള ധൈര്യത്തിലാണ് നീ അവളെ സംരക്ഷിക്കുന്നത് അല്ലേ മോനെ? നിന്റെ അച്ഛൻ ഈ കാര്യം എന്നോട് കുറച്ചു വർഷം മുമ്പ് പറഞ്ഞതാണ്. അച്ഛനറിയോ? അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. പിന്നെ അച്ഛനറിയാതെ? അച്ഛന് മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാവർക്കും അറിയാം നിനക്ക് അവളോട് താല്പര്യം. പിന്നെ നിന്റെ അച്ഛനും അവളെ ഇഷ്ടമാണ്. അവൾക്ക് 18 വയസ്സായതിനു ശേഷം നിങ്ങളുടെ കല്യാണം നടത്താമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്. അമ്മയുടെ വാക്കുകൾ കേട്ട് പ്രിയൻ തുള്ളിച്ചാടി. നമ്മുടെ അച്ഛൻ ഒരു സംഭവം തന്നെയാണ് അല്ലേ അമ്മേ? അവൻ സന്തോഷത്തോടെ പറഞ്ഞു. എന്നാലും എന്റെ മോനെ, എനിക്ക് നിന്റെ കാര്യത്തിലാണ് അത്ഭുതം. നിന്റെ 2 ചേട്ടന്മാരാണെങ്കിൽ പഠിച്ച് വലിയ നിലയിലെത്തി, വലിയ സ്ത്രീധനം വാങ്ങി പെണ്ണും കെട്ടി. നിനക്കാണെങ്കിൽ അച്ഛന്റെ ബിസിനസ് നോക്കി നടത്തിയാൽ മതി. അത് മാത്രമല്ല, ആരോരുമില്ലാത്ത ഒരു പെൺകുട്ടി സ്വന്തമാക്കാനാണ് നിനക്കിഷ്ടം. സ്വത്തും പണവും പടുപ്പും ഒന്നും അല്ലമ്മേ ജീവിതം. പണ്ട് തൊട്ടേ എനിക്ക് വേണി ഇഷ്ടമാണ്. അവൾക്ക് എന്നോട് ഇഷ്ടമൊക്കെയുണ്ട്. അവളുടെ എല്ലാ കാര്യങ്ങളും അവൾ എന്നോടല്ലേ പറയുക. അപ്പൊ പിന്നെ പരസ്പരം മനസ്സിലാക്കുന്ന ഞങ്ങളല്ലേ അമ്മേ ഒന്നാകേണ്ടത്. ഒന്നാകലൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം. നിന്നോട് ഈ കാര്യം പറയരുതെന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. പൊന്നുമോനെ പ്രിയ, അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമാണെന്ന് കരുതി വിവാഹത്തിന് മുൻപ് ഒരു കുരുത്തക്കേടും എന്റെ മോൻ ഒപ്പിക്കരുത്. മനസ്സിലായോ മോനെ നിനക്ക്? അമ്മ അല്പം ശാസനയോടെ പറഞ്ഞു. എന്താ അമ്മ ഇത്? എന്നെ അമ്മ ഇങ്ങനെയാണോ കാണുന്നത്? ഒരു തരത്തിലും എനിക്ക് വേണി മോശമായി കാണാൻ കഴിയില്ല. അവൾ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവളാണ്. അത് പറയുമ്പോ പ്രിയന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. പ്രിയന്റെ ഒറ്റ നിർബന്ധം കൊണ്ട് തന്നെ വേണിക്ക് ഡിഗ്രിക്ക് ചേരാൻ കഴിഞ്ഞു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൾ അഡ്മിഷന്റെ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ശരിയാക്കിയതെല്ലാം പ്രിയനായിരുന്നു. പക്ഷെ അവളുടെ ഈ ഡിഗ്രി പഠനം വലിയൊരു ദുരന്തത്തിലേക്കുള്ള തുടക്കമാണെന്ന് അവർ അറിഞ്ഞില്ല.
അങ്ങനെ വേണി പി ഡിഗ്രിക്ക് പഠിക്കാൻ പോയി. പഠനത്തിൽ മണ്ടിയായിരുന്ന വേണിക്ക് സയൻസ് വിഷയങ്ങളെ ജയിച്ച് പഠിക്കാൻ കഴിഞ്ഞില്ല. അവളെ സഹായിക്കാനായി ട്യൂഷൻ ഏർപ്പാടാക്കിയെങ്കിലും ട്യൂഷൻ എടുക്കാൻ വന്നവർ പരാജയപ്പെട്ട് തിരിച്ചു പോകേണ്ടി വന്നു. അങ്ങനെ 2 വർഷം കടന്നുപോയി. 3-4 വിഷയത്തിൽ പരാജയപ്പെട്ടുകൊണ്ട് വേണി പി ഡിഗ്രി തോറ്റു. വെറുതെ 2 കൊല്ലം കാശുകൊണ്ട് കളഞ്ഞു. ഇനിയിപ്പോ ഒന്നും നോക്കണ്ട, വേഗം തന്നെ കല്യാണം നടത്തുക. പ്രിയമോന് 27 വയസ്സ് കഴിഞ്ഞു. വേണിയും ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, അവൾക്ക് 18 തികഞ്ഞില്ലേ. ഇനി അധികം നീട്ടണ്ട, പെട്ടെന്ന് തന്നെ ഇവരുടെ കല്യാണം നടത്തണം. അമ്മ അല്പം പരിഭവത്തോടെ പറഞ്ഞു. പ്രിയദർശന്റെ അച്ഛനായ പാമ്പുങ്കൽ കൃഷ്ണനും അത് ശരിവെച്ചു. വിവാഹത്തിന്റെ വാർത്ത അറിഞ്ഞതും തറവാട്ടിൽ എല്ലാവർക്കും സന്തോഷമായി. എന്നാൽ വേണിയുടെ മുഖം മാത്രം വാടി. അവൾ ആരോടും ഒന്നും സംസാരിക്കാതെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് പോയി. തറവാട്ടിലെ വിശാലമായ ഗാർഡിലെ ബെഞ്ചിൽ അവൾ പോയിരുന്നു. വാടിയ മുഖവുമായി ഗാർഡിൽ തനിച്ചിരിക്കുന്ന വേണിയെ കണ്ടതും പ്രിയൻ അവളെ അടുത്തേക്ക് ചെന്നു. എന്താണ്, കല്യാണക്കാര്യം പറഞ്ഞപ്പോ ഈ മുഖം വാടിയല്ലോ മോളെ? അവനൊരു കുസൃതി ചിരിയോടെ ചോദിച്ചു. അതേട്ടാ, എനിക്ക് ഇനിയും പഠിക്കണം, അവൾ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. എന്താ എന്റെ മോള് പറഞ്ഞത്? ഇനി പഠിക്കാനോ? പി ഡിഗ്രി ജയിക്കാത്ത നീ ഇനി എന്ത് പഠിക്കാനാ? അല്ല, 4 വിഷയങ്ങളിൽ തോറ്റ നീ ഇനി എങ്ങനെ പി ഡിഗ്രി എഴുതിയെടുക്കാനാണ് എന്നും പറഞ്ഞിട്ട് അവൻ ആർത്ത് ചിരിച്ചു. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കാം, എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട. കല്യാണം എന്ന് കേൾക്കുമ്പോ തന്നെ എനിക്ക് പേടിയാണ്. അതെന്താ വേണി? നമ്മൾ ചെറുപ്പം മുതൽ അറിയുന്നവരല്ലേ? എത്ര തവണ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ നിനക്ക് എല്ലാവരെക്കാളും ഇഷ്ടം എന്നെയാണെന്ന്. വേറെ ആരും അല്ലല്ലോ, ഞാനല്ലേ നിന്നെ വിവാഹം കഴിക്കുന്നത്. പിന്നെ എന്റെ മോൾ എന്തിനാണ് പേടിക്കുന്നത്? അത് പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്നത് ഏട്ടൻ ക്ഷമയോടെ കേൾക്കണം. അവൾ ഭയത്തോടെ പേടിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ മോളെ, എന്താ നിന്റെ പ്രശ്നം? അത് പിന്നെ എനിക്ക് പ്രിയേട്ടനെ വിവാഹം കഴിക്കാൻ പറ്റില്ല. എന്റെ മനസ്സിൽ മറ്റൊരു ഇഷ്ടമുണ്ട്, അവൾ വർദ്ധിച്ച ഭയത്തോടെ പറഞ്ഞു. വേണിയുടെ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെയാണ് പ്രിയന്റെ ചെവിയിൽ വന്നടിച്ചത്. എന്താ നീ പറഞ്ഞത്? കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവൻ ഒന്നുകൂടി അവളോട് എടുത്തു ചോദിച്ചു. സത്യമാണ് ഏട്ടാ, എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്. ഞാൻ അയാളെ മാത്രമേ വിവാഹം കഴിക്കൂ, അവൾ കണ്ണുനീരോടെ പറഞ്ഞു. ഇത് കേട്ടതും പ്രിയദർശൻ പൊട്ടിച്ചിരിച്ചു. ശരി, എന്നാ പറ, ആരാണ് ആള്? ഇത്രമാത്രം നിനക്ക് സ്നേഹം തോന്നാൻ മാത്രം അവൻ ആരാണ്? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ എന്നെ കോളേജിൽ പഠിപ്പിക്കുന്ന സാർ, പേടിച്ച് വിറച്ച് അവൾ കൊണ്ട് പറഞ്ഞു. എന്റെ വേണിമോളെ, നിനക്ക് വെറും 18 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഈ പ്രായത്തിൽ എങ്ങനെയാ കാണുന്നവരോടൊക്കെ ഒരു ഇഷ്ടം തോന്നും. അത് സ്വാഭാവികമാണ്, അതൊന്നും ഒരു കുഴപ്പമില്ല. ഈ പ്രായത്തിന്റെ പക്വതയില്ലായ്മയിൽ തോന്നുന്ന കൊച്ചു കൊച്ചു ചാബല്യങ്ങളാണ്. അതൊക്കെ കുറച്ചുകൂടി പ്രായം കഴിയുമ്പോൾ നിനക്കൊരു തിരിച്ചറിവ് തോന്നും. അപ്പോ ഈ മണ്ടത്തരങ്ങളൊക്കെ ഓർത്ത് നമുക്ക് ചിരിക്കാം, അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ഇതങ്ങനെയല്ല ഏട്ടാ, എനിക്ക് ആ സാറിനെ ഇഷ്ടമാണ്. സാറിനെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ എനിക്ക് കഴിയില്ല. പ്രിയേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഏട്ടനെ ഒരു സഹോദരനായിട്ടാണ് ഞാനിപ്പോ കാണുന്നത് എന്നൊക്കെ അവൾ അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അവൾ പറഞ്ഞു തീരും മുൻപേ അവന്റെ കൈ രേഖകൾ അവളുടെ കവളിൽ മുദ്ര പതിപ്പിച്ചിരുന്നു. അപ്രതീക്ഷിതമായി അവന്റെ കൈ വീശിയുള്ള അടി അവളുടെ മുഖത്തെ ഒരു ഭാഗത്തേക്ക് തിരിച്ചു. അടിയുടെ ആഘാതത്തിന്റെ ഫലമായി അവളുടെ ചുണ്ടുകൾ പൊട്ടി ചോര ഒലിച്ചു. ഇരു കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. മിണ്ടിപ്പോകരുത്, നീ എന്റെ മാത്രമാണ്. നിന്റെ മനസ്സിൽ മറ്റൊരുത്തിനെ കൊണ്ടു നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ ജീവിതത്തിൽ ഞാൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇതിനാണോ നീ പി ഡിഗ്രി പഠിക്കണമെന്നും പറഞ്ഞ് കോളേജിൽ പോയിരുന്നത്? ഇതൊക്കെ പറയുമ്പോ പ്രിയന്റെ കണ്ണുകൾ ചുവന്ന് തുടുത്തിരുന്നു. അവന്റെ ചുണ്ടെല്ലാം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നെ എത്രയൊക്കെ തല്ലിയാലും എന്റെ മനസ്സിൽ എന്റെ സാറ് മാത്രമായിരിക്കും. അവൻ ആദ്യമായി തല്ലിയതിന്റെ ദേഷ്യത്തിൽ അവൾ പറഞ്ഞു. ഇത് കേട്ടതും പ്രിയന് ദേഷ്യം മിരച്ചു കയറി. അവൻ അപ്പൊ തന്നെ അവളുടെ കഴുത്തിറക്കി പിടിച്ചു. എന്തു പറഞ്ഞടി നീ? നിന്റെ മനസ്സിൽ നിന്നും അവൻ പോകില്ലെന്നോ? എന്നാൽ ഞാൻ അവനെ കൊല്ലട്ടെ. അവൻ മരിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുമടി എന്നും പറഞ്ഞ് അവൻ അവളുടെ കഴുത്ത് ശക്തിയായി ഇറക്കി പിടിക്കാൻ തുടങ്ങി. വേദന കൊണ്ട് അവൾ കിടന്നു പിടഞ്ഞു. പ്രാണവായി കിട്ടാതെ അവളെ ചങ്കു പിടഞ്ഞു. ദേ, ഇതുപോലുള്ള വർത്തമാനങ്ങൾ എന്നോട് പറഞ്ഞാൽ ചെറിയ കുട്ടിയാണെന്നും ഞാൻ നോക്കില്ല. നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കുമടി എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ നിന്ന് കൈയെടുത്തു. അത്രയും സമയം ശ്വാസം വിലങ്ങിയ വേണി ശക്തിയായി പ്രാണവായു വലിച്ചെടുക്കാൻ തുടങ്ങി. വേണി, നീ ഓർത്തു, നീ എന്റേത് മാത്രമാണ്. ഈ പാമ്പുകൾ പ്രിയദർശന്റെ സ്വന്തം. നിന്റെ മനസ്സിൽ നീ ആർക്ക് സ്ഥാനം കൊടുത്താലും അവിടെ ആയുസ് ഞാൻ എടുക്കും. നിന്റെ മനസ്സിൽ എനിക്ക് മാത്രമേ സ്ഥാനം ഉണ്ടാകാൻ പാടുള്ളൂ. കൃഷ്ണവേണി, ഈ പാമ്പുകൾ പ്രിയദർശന്റെ മാത്രം സ്വന്തമാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് മലറി. വേണിയോടുള്ള കഠിനമായ പ്രണയം പ്രിയനെ ഒരു ഭ്രാന്തനാക്കി മാറ്റി. എന്ത് വില കൊടുത്തും അവളെ സ്വന്തമാക്കണമെന്ന ഒരു ചിന്ത മാത്രമായി പ്രിയദർശന്. അതുകൊണ്ട് തന്നെ അവളെ നഷ്ടപ്പെടാതിരിക്കാൻ പെട്ടെന്ന് തന്നെ അവളെ വിവാഹം കഴിക്കാൻ അയാൾ തീരുമാനിച്ചു. വേണിയെ നഷ്ടപ്പെടുന്നതിനെ പറ്റി പ്രിയന് ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല.
ഒരിക്കലും പ്രിയനെ ഭർത്താവായി കാണാൻ കഴിയില്ലെന്ന് പാവം വേണി താണു കേണു പറഞ്ഞെങ്കിലും വേണിയുടെ കണ്ണുനീരിനെ അവൻ മനഃപൂർവ്വം അവഗണിച്ചു. പെട്ടെന്ന് അവളെ സ്വന്തമാക്കി തന്റെ താലിച്ചെടിൽ കുരുക്കണമെന്ന് പ്രിയൻ സ്വപ്നം കണ്ടു. അതവന്റെ വാശിയായി മാറി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിവാഹ തലേന്നിന്റെ അന്ന് രാത്രി ഏറെ വൈകി പ്രിയന്റെ മുറിയിലേക്ക് വേണി കയറി വന്നു. വേണിയെ കണ്ടതും അവളെ നോക്കി പ്രിയൻ പൊച്ചത്തോടെ ചിരിച്ചു. എന്താടി, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഇന്നൊരു രാത്രി കൂടി മാത്രമേ നിനക്ക് സ്വാതന്ത്ര്യമുള്ളൂ. നാളെ നീ എനിക്ക് സ്വന്തമാണ് എന്നും പറഞ്ഞ് അയാൾ ആർത്ത് ചിരിച്ചു. പ്രിയന്റെ ക്രൂരമായ വാക്കുകൾക്ക് മുന്നിൽ ഒന്നും പറയാൻ കഴിയാതെ അവൾ മിഴുനീർ വാർത്തു. എങ്ങനെയും മോങ്ങിക്കൊണ്ട് നിന്നാൽ ഒന്നും എന്റെ മനസ്സറിയില്ല. കണ്ണുനീർ ഒലിപ്പിച്ച് മുന്നിൽ നിൽക്കാതെ ഇറങ്ങിപ്പോയി. എന്താടി, നിനക്ക് വേറെ വല്ല ഉദ്ദേശമുണ്ടോ? നിന്റെ ആ കാമുകൻ തെണ്ടി പുറത്തെങ്ങാനും നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടോ? അവന്റെ കൂടെ ഇറങ്ങിപ്പോകാനാണോ നിന്റെ ഉദ്ദേശം? എന്നൊക്കെ പറഞ്ഞ പ്രിയൻ അവളെ കുത്തി നോവിച്ചുകൊണ്ടേയിരുന്നു. ഏട്ടാ, എന്നെ പോകാൻ അനുവദിക്കണം. ഞാൻ വരുന്നതും കാത്ത അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിപ്പുണ്ട്. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ കൈകൾ കൂപ്പിക്കൊണ്ട് ഏങ്ങലടിച്ച് കരഞ്ഞു. മതിയടി നിന്റെ അഭിനയം, പോയി കിടന്നുറങ്ങാൻ നോക്ക്, പ്രിയൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഏട്ടൻ എന്നെ പോകാൻ അനുവദിച്ചില്ലെങ്കിൽ ഏട്ടന്റെ തല സ്വീകരിക്കാൻ ഞാൻ ജീവനോടെ ഉണ്ടാകില്ല. ഈ രാത്രി ഞാൻ വിളിപ്പിക്കില്ല. എന്നെ വേണ്ടാത്ത ഈ ലോകത്ത് നിന്ന് ഞാൻ പോകും, ഉറപ്പ്, അവൾ ഉറച്ച സ്വരത്തോടെ പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ടതും പ്രിയന് ദേഷ്യം ഇരച്ചു കയറി. അയാൾ പാഞ്ഞു ചെന്ന് അവളുടെ കണ്ണ് താഞ്ഞടിച്ചു. ശേഷം അവളെ കഴുത്തിൽ ഇറക്കി പിടിച്ചു. നീ എന്താടി പറഞ്ഞത്? നീ അങ്ങ് ചത്ത് കളയുമെന്നോ? അതിനാണോടി നിന്നെ ഇത്രയും നാൾ ഇവിടെ താമസിപ്പിച്ച് തീറ്റി പോറ്റിയത്? ഇവിടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി അല്ലടി നീ വളർന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രിയൻ ദേഷ്യപ്പെട്ടു. ഞാൻ ജീവിതകാലം മുഴുവനും വിവാഹം കഴിക്കാതെ നിന്നോളാം. പക്ഷേ എനിക്ക് ഒരിക്കലും മേട്ടനെയും ഭർത്താവായി കാണാൻ കഴിയില്ല. ഒന്നെങ്കിൽ എന്നെ എന്റെ ഇഷ്ടത്തിന് വിടണം, അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ ഇവിടെ താമസിക്കാൻ എന്നെ അനുവദിക്കണം. അവൾ കൈകൾ കൂപ്പിക്കൊണ്ട് കെഞ്ചി പറഞ്ഞു. കൈകൾ കൂപ്പിക്കൊണ്ടുള്ള വേണിയുടെ യാചന പ്രിയന്റെ ഹൃദയത്തിൽ തൊട്ടു. അവളുടെ കണ്ണുനീരിന് അവന്റെ മനസ്സ് മാറ്റാനുള്ള ശക്തി ഉണ്ടായിരുന്നു. ആ നിമിഷം തന്നെ അവനൊരു തീരുമാനമെടുത്തു. നിനക്കിനി നിന്റെ വഴിക്ക് പോകാം. എന്നെ ഒരിക്കലും ഭർത്താവായി കാണാൻ കഴിയാത്ത നീ ഇനി ഇവിടെ ജീവിക്കണ്ട. എവിടെയാണെങ്കിലും പൊയ്ക്കോ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ടതും പ്രിയേട്ട എന്നും വിളിച്ച് അവൾ ഉറക്കെ കരഞ്ഞു. നിന്റെ കരച്ചിലും വീഴ്ചയിലൊന്നും ഇവിടെ വേണ്ട, പൊയ്ക്കോ. എവിടെയാണെന്ന് വെച്ചാ ഞാൻ കൊണ്ടാക്കാം. ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നും പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു. കയ്യിൽ കിട്ടിയ അവളുടെ വസ്ത്രങ്ങൾ വാരിയെടുത്ത് ഒരു ബാഗിലാക്കി അവളും അവന്റെ പിന്നാലെ നടന്നു. രാത്രി ഏറെ വൈകിയത് കൊണ്ട് പാമ്പുങ്ങൾ തറവാട്ടിൽ എല്ലാവരും നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു. ഇത്രയും വർഷം താൻ ജീവിച്ച ആഡംബര വീടിനെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അവൾ കാറിലേക്ക് കയറിയിരുന്നു. അവൾ കാറിൽ ഇരുന്നതും പരമാവധി സ്പീഡിൽ പ്രിയദർശൻ കാർ മുന്നോട്ട് എടുത്തു. റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് വരെ അവർ പരസ്പരം ഒന്നും മിണ്ടിയില്ല. പ്രിയേട്ടാ, എന്നെ ശപിക്കരുത്. നാളെ വീട്ടുകാരോടൊക്കെ എന്തു പറയും പ്രിയേട്ടാ? വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുമ്പിൽ നാളെ ഏട്ടൻ ഒരു പരിഹാസ കഥാപാത്രമായി നിൽക്കേണ്ടി വരില്ലേ? എന്നെ വെറുക്കരുത് ഏട്ടാ എന്നും പറഞ്ഞവൾ യാചിച്ചു. റെയിൽവേ സ്റ്റേഷൻ എത്തിയില്ലേ? ഇനി പോയിക്കോടെ, നിനക്ക് വലിയ കഥാപ്രസംഗം ഒന്നും നടത്തണ്ട. എവിടെയാണ് നിന്റെ കള്ളക്കാമുകനുള്ളതെങ്കിൽ അവിടേക്ക് പോയിക്കോ എന്ന് മറ്റെവിടെ നോക്കി പറഞ്ഞിട്ട് കാറിൽ നിന്നും ചാടി ഇറങ്ങിയ പ്രിയൻ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി കാറിന്റെ ഡോർ ആഞ്ഞടച്ചു. കണ്ണുനീരോടെ പ്രിയനൊന്ന് നോക്കിയ ശേഷം അവൾ ആൾക്കൂട്ടത്തിലേക്ക് മറിഞ്ഞു. അതിനുശേഷമാണ് ഈ പ്രിയൻ തെറ്റ് ചെയ്യാൻ തുടങ്ങിയത്, ക്രൂരനായി മാറിയത്. പഴയ ഓർമ്മകളിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ട് അയാൾ പറഞ്ഞു. പക്ഷെ ആരുടെ കൂടെയാണ് അവൾ ഇറങ്ങി പോകുന്നതെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അറിയാതെ ഞാൻ അവളെ പിന്നാലെ പിന്തുടർന്നു. അന്ന് ഞാൻ കണ്ടു എന്റെ വേണിയുടെ കയ്യിൽ പിടിച്ച് ട്രെയിനിലേക്ക് കയറുന്ന ഗോപാലകൃഷ്ണന്റെ മുഖം. നോ, ഇത് കള്ളക്കഥയാണ്. ഒരിക്കലും എന്റെ അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എന്റെ അച്ഛൻ ഇങ്ങനെ ഒരാളല്ല. മകളെ പോലെ അച്ഛനും ഇല്ല. കഥയുണ്ടാക്കാൻ മിടുക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് കാന്തി ഉറക്കെ അലറി. കാന്തിയുടെ വാക്കുകൾ കേട്ടതും പ്രിയദർശൻ ദേഷ്യം കൊണ്ട് വിറച്ചു. നീ ഇതൊക്കെ തന്നെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. നിനക്ക് ഞാൻ തെളിവ് തരാമടി എന്നും പറഞ്ഞിട്ട് അയാൾ മൂത്ത മകനായ സുദർശനെ വിളിച്ചു. പ്രിയൻ വിളിക്കാൻ കാത്തു നിന്ന പോലെ സുദർശൻ ഒരു പൂച്ചച്ചിരിയോടെ ആ മുറിയിലേക്ക് കയറി വന്നു. കയ്യിലുണ്ടായിരുന്ന പഴക്കം ചെന്ന ഒരു ഫോട്ടോ അയാൾ പ്രിയദർശന് കൊടുത്തു. കാന്തിയെ നോക്കി പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് അയാൾ ആ ഫോട്ടോ അവളുടെ നേരെ നീട്ടി. വിറയ്ക്കുന്ന കൈകളോടെ കാന്തി ആ ഫോട്ടോ വാങ്ങി. പഴക്കം ചെന്ന ഒരു ഫോട്ടോയായിരുന്നു അത്. അതിൽ ഗോപാലകൃഷ്ണൻ ഒരു സ്ത്രീയുടെ കൈയും പിടിച്ചു നിൽക്കുന്നു. ആ സമയം അവൾ സ്തംഭിച്ചു നിന്നുപോയി. നിന്ന നിൽപ്പിൽ ഒരുക്കി ഒരു പിടി ചാരമാകാൻ അവൾ ആഗ്രഹിച്ചു. തന്റെ അച്ഛൻ, സ്നേഹസമ്പന്നനായ തന്റെ അച്ഛന് ഇങ്ങനെയൊരു മുഖമുണ്ടായിരുന്നു. എന്താണ് താൻ വിശ്വസിക്കേണ്ടത്? പിന്നെ എങ്ങനെയാണ് എന്റെ അച്ഛൻ അമ്മയെ വിവാഹം കഴിച്ചത് എന്നീ 100 ചോദ്യങ്ങൾ അവളെ അലട്ടിക്കൊണ്ടിരുന്നു. നിറമിഴിയോടെ അവൾ മഹാദേവനെ നോക്കി. അവനും അപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. മതിടി നിന്റെ ഭാവാവിനെയും നിന്റെ ഇമോഷണൽ ഡ്രാമ ഇവിടെ കളിക്കണ്ട.
സുദർശൻ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ സുദർശ, നീ വലിയ ഡയലോഗൊന്നും വഴിക്കണ്ട. ഇവിടെ ആക്ഷനും ഡയലോഗും ഒക്കെ ഞാൻ പറഞ്ഞുകൊള്ളാം. പോടാ, പോയി കിടന്നുറങ്ങാൻ നോക്ക്. പ്രിയൻ സുദർശനെ നോക്കി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. പ്രിയന്റെ വാക്ക് ഇഷ്ടപ്പെടാത്ത മട്ടിൽ അല്പം നീരസത്തോടെ സുദർശൻ ആ മുറി വിട്ടുപോയി. ഇപ്പൊ തന്നെ കരയാൻ തുടങ്ങിയ നീ? കഥ മുഴുവൻ തീർന്നിട്ടില്ലടി. ഈ കണക്കിന് പോയ കഥ മുഴുവനും പറഞ്ഞു തീരുമ്പോഴേക്കും നിന്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ ഉണ്ടാകില്ലല്ലോടി മരുമോളെ. കഥ ഒന്നും ആയിട്ടില്ല. നിന്റെ അച്ഛൻ എന്ന് പറയുന്ന ആ ഭൂലോക തെണ്ടിയുടെ നാറിയ കഥ നിനക്ക് കേൾക്കണ്ടേ? പ്രിയദർശൻ പിന്നെയും അയാളുടെ ജീവിതം പറയാൻ തുടങ്ങി. ചെറുപ്പം മുതൽ ഞാൻ കാത്തു സൂക്ഷിച്ച എന്റെ പ്രാണനെയും കൊണ്ടാണ് നിന്റെ അച്ഛൻ ട്രെയിൻ കയറിപ്പോയത്. നിറകണ്ണുകളോട് നോക്കി നിൽക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. മരണവേദനയോടെ അടി ഞാനന്ന് എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയത്. ഒരു കത്തിയെടുത്ത് നെഞ്ചിൽ കുത്തിയിറക്കുന്ന വേദനയോടെ പുലരുവോളം ഞാൻ എന്റെ മുറിയിൽ കഴിച്ചുകൂടി. പിറ്റേ ദിവസം വേണി ഒളിച്ചോടി എന്ന വാർത്ത പരന്നതും എന്റെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം എന്നെ നോക്കി പുച്ഛിക്കാനും കളിയാക്കാനും തുടങ്ങി. സത്യത്തിൽ എന്റെ പ്രാണൻ നഷ്ടപ്പെട്ടതുപോലെയായി. കരക്കി പിടിച്ചിട്ട മീനെ പോലെ എന്റെ ഹൃദയം കിടന്നു പെടഞ്ഞു. മാസങ്ങളോളം ഞാനൊരു ഭ്രാന്തി പിടിച്ചവനെ പോലെ അലഞ്ഞു നടന്നു. എങ്കിലും വേണി സന്തോഷവതിയായിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു. ആരുടെ കൂടെ ജീവിച്ചാലും അവൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. പിന്നീട് എല്ലാം പഴയ പോലെയായി. ഈ ജന്മം വേണി എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് ഞാൻ തന്നെ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം എന്റെ വീട്ടുകാർ കണ്ടെത്തിയ രാജശ്രീയെ എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു. രാജശ്രീയെ ഞാൻ സ്നേഹിച്ചോ എന്ന് ചോദിച്ചാൽ സ്നേഹിച്ചു എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷേ ഞാൻ അവളെ സ്നേഹിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴും എന്റെ മനസ്സിന്റെ ഒരു കോണിൽ വേണിക്ക് സ്ഥാനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മൂന്നാമത്തെ കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ ഞാൻ വേണി എന്ന പേരിട്ടത്. അങ്ങനെ ഞാൻ എന്റെ ജീവിതവുമായി മുന്നോട്ട് പോയി. ഒരു ദിവസം ബിസിനസിന്റെ ഒരു ആവശ്യത്തിനായി എനിക്ക് ബോംബെയിലേക്ക് പോകേണ്ടി വന്നു. അന്ന് അവിടെ ഒരു ഹോട്ടൽ റൂം എടുത്ത് താമസിച്ചു. ഹോട്ടലിന്റെ തൊട്ടടുത്തുള്ള ഒരു വലിയ വീട്ടിൽ നിന്നും ധാരാളം പാട്ടുകൾ കേൾക്കാമായിരുന്നു. എന്തെങ്കിലും കലാപരിപാടികൾ നടക്കുന്നതായിരിക്കുമെന്ന് കരുതി ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. സത്യത്തിൽ അതൊരു വേശ്യാലയമായിരുന്നു. എന്നാൽ കാഴ്ചയിൽ നൃത്ത പരിപാടികൾ നടക്കുന്ന ഒരിടമായാണ് ആദ്യം തോന്നുക. പക്ഷെ അവിടെ നൃത്തമാണ്. സ്ത്രീകളെല്ലാം പരിപാടിക്ക് ശേഷം ശരീരം വിറ്റ് ജീവിക്കുന്നവരായിരുന്നു. ഞാൻ അവിടെ ചെന്നിരുന്നതും ഒരു ആൽബം കൊണ്ട് ഒരാൾ എന്റെ അടുത്തേക്ക് വന്നു. അതിൽ നിറയെ വസ്ത്രമില്ലാത്ത സ്ത്രീകളുടെ ഫോട്ടോയായിരുന്നു. അയാൾ ആൽബത്തിന്റെ പേജുകൾ എനിക്ക് മുൻപിൽ നിന്നും മറിക്കാൻ തുടങ്ങി. ഒരലസമായ ഭാവത്തോടെയാണ് ഞാൻ അപ്പോൾ അവിടെ ഇരുന്നത്. ആ നഗ്നരായി ഒരുപാട് സ്ത്രീകളുടെ ഫോട്ടോകളിൽ നിന്നും പരിചിതമായ ഒരു മുഖം എന്റെ കാഴ്ചയിൽപ്പെട്ട് അയാൾ മറിച്ച പേജ് എടുത്ത് ഞാൻ ഒന്നുകൂടെ നോക്കി. പൂർണ്ണ നഗ്നയായി കിടക്കുന്ന എന്റെ വേണിയുടെ ഫോട്ടോയായിരുന്നു അത്. ആ ഫോട്ടോ കണ്ടതും സത്യത്തിൽ എന്റെ ശരീരം മുഴുവനും വിറച്ചു പോയി. കണ്ണുകൾ നിറഞ്ഞു. എന്റെ വേണിയുടെ മുഖച്ചായുള്ള മറ്റേതെങ്കിലും സ്ത്രീ ആയിരിക്കും എന്നാണ് ആദ്യം ഞാൻ കരുതിയത്. ഈ ഫോട്ടോയിലുള്ള സ്ത്രീയെ എനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ ഇപ്പോ അസുഖബാധിതയായി കിടക്കുകയാണെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. പണം എത്ര വേണമെങ്കിലും തരാം, ഈ സ്ത്രീ എനിക്ക് കാണണമെന്ന് ഞാൻ വാശി പിടിച്ചപ്പോൾ വളരെ വൃത്തിഹീനമായ ആ വീടിന്റെ ഉള്ളിലേക്ക് അയാൾ എന്നെ കൊണ്ടുപോയി. കുറെ ഉള്ളിലേക്ക് കയറി ചെന്നതും സ്റ്റോർ റൂം പോലെ തോന്നിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം കൂട്ടിയിട്ട ഒരു മുറിയിലാണ് എത്തപ്പെട്ടത്. അവിടെ റൂം നിലത്ത് ചങ്ങല കെട്ടിയിരിക്കുകയാണ് എന്റെ വേണിയെ. ശരീരത്തിൽ ഒരു നൂൽ വസ്ത്രം പോലും ഇല്ല. ചങ്ങല കെട്ടിയിരിക്കുന്ന കാലിന്റെ ഭാഗം മുഴുവനും പഴുത്ത് വ്രണപ്പെട്ടിരിക്കുകയാണ്. അവിടെ എത്തിയതും പെട്ടെന്ന് തന്നെ ഞാൻ മൂക്കും വായും പൊത്തി. എനിക്ക് ഓക്കാനിക്കാൻ വന്നു. മലമൂത്ര വിസർജനത്തിലാണ് അവൾ കിടക്കുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നാളുകളായി എന്ന് തോന്നും. ശരീരം തളർന്ന് കണ്ണടച്ച് കിടക്കുകയാണ് അവൾ. പട്ടിണി കിടന്ന ശരീരം മുഴുവനും എല്ലും തോലുമായി. ഇവിടെ വന്നതിന് ശേഷം ഈ കുട്ടിക്ക് ഭ്രാന്തായി സാറേ. പിന്നെ കസ്റ്റമേഴ്സായി വരുന്നവരെയെല്ലാം ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്ന് ചങ്ങലക്കിട്ടത്. നോക്കാനൊന്നും ആരുമില്ലല്ലോ. പിന്നെ കസ്റ്റമേഴ്സ് കൂടുതലുള്ള ദിവസങ്ങളിൽ ഇവളെ കുളിപ്പിച്ച് ഒരുക്കി നിർത്താറുണ്ട്. അന്ന് ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലക്കി കൊടുക്കും. ചില കസ്റ്റമേഴ്സിന് മയങ്ങിക്കിടക്കുന്ന സ്ത്രീകളായാലും മതി. സാറിന് എത്രയോ നല്ല വേറെ പെൺകുട്ടികളെ കിട്ടും. എന്നാണെങ്കിൽ കസ്റ്റമേഴ്സ് കുറവാണ്. കൂടെ വന്നയാൾ പ്രിയനോട് പറഞ്ഞു, എനിക്ക് ഇവളെ മതി. ചങ്ക് പിടയുന്ന വേദനയോടെ പ്രിയം പറഞ്ഞു, എന്റെ പൊന്നു സാറേ, കണ്ടില്ലേ, ഇവൾ കിടക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളായി. ഇനി ഇവളെ കുളിപ്പിച്ച് ഭക്ഷണമെല്ലാം കൊടുത്തു വരുമ്പോ സമയം വൈകും. അത് മാത്രമല്ല, ആ കുട്ടികൾക്ക് തീരെ വയ്യാത്തതാണ്. എന്തെങ്കിലും അബദ്ധം പറ്റി ആ കുട്ടി അങ്ങനെ മരിച്ചു പോയാ ഇവിടുത്തെ മേഡം പ്രശ്നം ഉണ്ടാക്കും. എനിക്ക് ഇവിടെ തന്നെ മതിയിടും. എനിക്ക് നിങ്ങളെ മേഡത്തിനൊന്ന് കാണണമെന്നും പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. കൂടെ വന്ന അയാൾ പ്രിയനെ കൊണ്ട് മുകളിലത്തെ നിലയിലുള്ള ഒരു വലിയ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു 50 വയസ്സ് തോന്നിപ്പിക്കുന്ന തടിച്ച ശരീരത്തോട് കൂടിയ ചുവന്ന സാരിയും നേറിയ ആഭരണങ്ങളും അണിഞ്ഞ തല നിറയെ മുല്ലപ്പൂക്കൾ വെച്ച ഒരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. മുഖത്ത് ധാരാളം മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. പ്രിയനെ കണ്ടതും ആ സ്ത്രീ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വാഗതം പറഞ്ഞു സന്തോഷത്തോടെ വിളിച്ചിരുത്തി. അവൾ പ്രിയനെ അടിമുടി ഒന്ന് നോക്കി. കേരളത്തിൽ നിന്ന് വന്നതാണോ?
അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, തൃശ്ശൂരാണ് ദേശം. സാർ ഇവിടെ ആദ്യമായാണെന്ന് തോന്നുന്നു. മുൻപ് ഇവിടെ ഒരിക്കൽ പോലും വന്നിട്ടില്ല അല്ലേ? ഈ ചോദ്യത്തിന് ഇല്ലെന്ന രീതിയിൽ പ്രിയൻ തലയാട്ടി. എങ്ങനെയുണ്ട് ഇവിടുത്തെ കുട്ടികളെല്ലാം? ഇഷ്ടപ്പെട്ടോ? ഏതെങ്കിലും കുട്ടിയെ സെലക്ട് ചെയ്തോ? മേഡം, ഈ സാറിന് ഇഷ്ടപ്പെട്ടത് ആ ഭ്രാന്തിയാണ്. തന്നോട് ആരോടോ പറഞ്ഞത് ഭ്രാന്തിയുടെ ഫോട്ടോ കാണിക്കാൻ? അവളുടെ ഫോട്ടോ മാറ്റി വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഈ ഭ്രാന്ത് വന്ന പെണ്ണിനെയൊക്കെ കസ്റ്റമേഴ്സിന്റെ മുറിയിലേക്ക് പറഞ്ഞു വിടാൻ പറ്റോ? തനിക്കെന്താ പറഞ്ഞ മനസ്സിലാകില്ലേ? ഇങ്ങനെ ഒരു കഴുത വെറുതെ തിന്ന് മുടിപ്പിക്കാൻ മാത്രം. അവൾ അയാളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അയ്യോ സാറേ, അവളൊരു ഭ്രാന്തിയാണ്. വേറെ എത്ര നല്ല പെണ്ണുങ്ങളുണ്ട് ഇവിടെ. അതിൽ നിന്നും ഒരു വിള സെലക്ട് ചെയ്ത് അങ്ങ് എൻജോയ് ചെയ്യ് സാറേ. കുറച്ച് കാശ് വേണമെങ്കിൽ ഇളവ് ചെയ്തു തരാം. എനിക്ക് ആ പെണ്ണിനെ മാത്രം മതി. ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രമല്ല, ഇവിടെ നിന്നും സ്വന്തമായി വാങ്ങിക്കൊണ്ടു പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ തരാം, വേദനയോടെ പ്രിയം പറഞ്ഞു.